ഇപ്പോൾ നമ്മുടെ കൂടെ കെ മുരളീധരൻ ചേരുന്നുണ്ട്. 10-ൽ നിന്നും 51-ലേക്ക് എന്ന ഒരു പ്രചാരണത്തോടെയാണ് തുടങ്ങിയത്. എങ്ങനെ പോകുന്നു? നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ദിവസം കഴിയുന്നവർ ആത്മവിശ്വാസം വർദ്ധിക്കുന്നുണ്ട്. എതിർ ഭാഗത്ത് നിൽക്കുന്നവരുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് ഇത്തവണ ഗുണകരമാവും. കഴിഞ്ഞ 2 തവണയും ഞങ്ങൾ തോൽക്കാൻ കാരണം ഞങ്ങളുടെ പാർട്ടിയിൽ ആഭ്യന്തര പ്രശ്നങ്ങളായിരുന്നു. ഇപ്പോൾ അതില്ല. എല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് നീങ്ങുന്നുണ്ട്. അപ്പോൾ ഈ വിമതശല്യത്തെ എങ്ങനെ കാണുന്നു? നഗരസഭയിൽ അങ്ങനെ വിമതന്മാരില്ല. 2-3 പേരുള്ളത് മാറ്റാൻ നോക്കുന്നുണ്ട്. നാളെ വൈകുന്നേരത്തിനുള്ളിൽ മാറ്റാൻ കഴിയുന്നതാണ് പ്രതീക്ഷ. അല്ലാത്തൊരു പാർട്ടിക്ക് പുറത്തു പോകും. കേരളത്തിലെ മൊത്തത്തിലുള്ള ഒരു പ്രചാരണത്തെ എങ്ങനെയാണ് കാണുന്നത്? അതുപോലെ തന്നെ ഈ വൈഷ്ണവയുടെ ആ ഒരു അനുകൂല വിധിയൊക്കെ നന്നായി പോസിറ്റീവായിട്ട് ജനത്തിൻ്റെ ഇടയിൽ യഥാർത്ഥ വോട്ടർ പട്ടിക നീക്കാൻ ശ്രമം നടത്തിയെന്നൊരു ഫീലിംഗ് ജനത്തിനുണ്ട്. അത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല. അതുകൊണ്ട് തന്നെ ജനങ്ങൾ അതിനെതിരായി പാർട്ടി നോക്കാതെ ശക്തമായി പ്രതികരിക്കുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സാഹചര്യത്തിലാണ് ഈ സ്വർണ്ണക്കൊള്ളയിൽ ഒരുപാട് വൈത്തിരിവുകൾ ഉണ്ടാവുന്നത്. അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന് കരുതുന്നുണ്ടോ? ഞങ്ങൾ അതിനെ തെരഞ്ഞെടുപ്പായിട്ട് കൂട്ടിക്കുഴയ്ക്കുന്നില്ല. ഞങ്ങൾ വിശ്വാസികളുടെ കൂടെയാണ് എല്ലാ കാലത്തും, ഏത് മതത്തിൻ്റെ ആണെങ്കിലും. ദേവൻ്റെ സ്വത്ത് ആര് കവർന്നെടുത്താലും അതിനെതിരെ ഞങ്ങൾ ശക്തമായിട്ട് നീങ്ങും. ഈ കാര്യത്തിലൊക്കെ പാർട്ടിക്ക് ഒരേ നിലപാടേ ഉള്ളൂ. യുവതീ പ്രവേശനം മുതൽ സ്വർണ്ണക്കൊള്ള വരെയുള്ള കാര്യങ്ങളിൽ പാർട്ടി ഉറച്ച നിലപാടെടുത്തിട്ടുണ്ട്. ആ തീരുമാനം ഞങ്ങൾ മാറ്റിയിട്ടില്ല. ഞങ്ങളുടെ തീരുമാനം ശരിയായിരുന്നുവെന്ന് കാലം തെളിയിക്കുന്നുണ്ട്. അപ്പോൾ 51-നെക്കാട്ടിലും പ്രതീക്ഷയുണ്ടോ തിരുവനന്തപുരം നഗരസഭ? 55 വരെ കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് ഞങ്ങൾ കണക്കൂട്ടുന്നത്. അത്തരത്തിൽ ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് UDF മുന്നോട്ട് പോകുന്നത്. ക്യാമറ പേഴ്സൺ സിജോ സുധാകരനോടൊപ്പം സെൻസർ ശോഭ ചന്ദ്രൻ, മീഡിയ.